My beautiful, welcome back to my channel. Hope you guys are doing awesome today. ഇത് ഞാൻ ഒരു പ്ലാനും ഇല്ലാണ്ട് ചെയ്യുന്ന ഒരു റീഡിംഗ് ആണ്. ഓക്കെ, ബട്ട് എനിക്ക് വലിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഐ ക്യാൻ ക്ലിയർലി സീ ദാറ്റ് നമ്മുടെ സ്പിരിറ്റ് ഓർ നിങ്ങൾക്ക് എന്നിലൂടെ കിട്ടുന്ന ഒരു ഗൈഡൻസ് ഉണ്ട് അല്ലെ. സോ അത് പാസ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഗാർഡിയൻ. സോ അവർ വളരെ എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. വാട്ട് ഐ ക്യാൻ ഫീൽ ഇസ് നിങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് എനിക്കറിയില്ല, നിങ്ങൾ എവിടെ നിന്നൊക്കെയാണ് എൻ്റെ റീഡിങ് കേൾക്കുന്നതെന്ന് അറിയില്ല, ഏത് പ്ലേസിലാണ്, എങ്ങനത്തെ അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത് ഒന്നും എനിക്കറിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി റെഗുലർലി നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത്, ഓർ ഈവൻ നിങ്ങൾക്ക് എന്നെ അറിയില്ല, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ എനർജി നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, ഈ ഒരു എനർജി നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് സംതിങ് ഐ കാൺട്ട് സ്റ്റോപ്പ്. ഓക്കെ, സത്യം പറഞ്ഞാൽ മൈ ഫ്രണ്ട്സ് ആർ വെയിറ്റിംഗ് ഫോർ മീ ഫോർ മൂവി. അതിനിടയ്ക്കാണ് ഇതെനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് നാളെ ചെയ്താൽ മതി, അല്ലെങ്കിൽ പിന്നെ ചെയ്യാം എന്ന് എനിക്ക് വിചാരിക്കാൻ പറ്റുന്നില്ല. സോ സമയമില്ലാത്ത സമയത്താണ് ഞാൻ റഷ് ചെയ്ത് ഈ ഒരു റീഡിങ് ചെയ്യുന്നത്. ആൻഡ് ഐ ഹാവ് നോ ക്ലൂ എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കിട്ടുന്നത്. ബട്ട് ലെറ്റ്സ് സീ, ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഗൈസ് കണക്ട് ചെയ്യാം. ഓൾറൈറ്റ്, റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് എനിക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളെ കൺസിഡർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഓർ ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ എന്ത് അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെന്ന് എനിക്കറിയില്ല ഫോർ ഷുവർ. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഷ്വറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ മാറ്റർ ആണ്. ഓക്കെ, ഓർ ചില ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലെ. ചില ആളുകളുടെ ഒരു നിരീക്ഷണത്തിൽ അവരുടെ സ്നേഹം, അവരുടെ ഒരു കരുതൽ നമുക്ക് ഉണ്ടാവാം. എക്സാക്ട്ലി, കരുതൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് എ എക്സാക്ട് വേർഡ്. സോ നിങ്ങൾക്ക് എന്തൊരു പവറിന്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഒരു അവസ്ഥ അവിടെ കണക്ട് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറയുന്നത് പോലെ, ഓർ ഈവൻ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ റെക്കഗ്നൈസ്ഡ് ആവുന്നുണ്ട് എന്ന് വേണം നിങ്ങൾ എടുക്കാൻ. ഓക്കെ, സോ നിങ്ങൾ വളരെ സന്തോഷമായിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടിയാണ് ഈ റീഡിങ് കേൾക്കുന്നതെങ്കിലും, വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്നതെങ്കിലും നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഓക്കെ, സോ വളരെ വിഷമിച്ച് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ വരി ചെയ്യേണ്ട, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട്, ആ ഒരു വിങ്സ് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഓക്കെ, സോ നിങ്ങൾ ഏത് അവസ്ഥയിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, സോ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ വരും, അതിനനുസരിച്ചുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്ത് നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു സന്തോഷത്തിൽ ആ ഒരു കരുതൽ ഉണ്ടാവുന്നുണ്ട്, ആ ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ കൂടിയാണ് പോകുന്നതെങ്കിൽ അത് തന്നിട്ടുള്ള ഒരു എനർജി ഉണ്ടായിരിക്കണം, ഒരു പവർ. ഓക്കെ, ആ ഒരു ദൈവാധീനം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഒരു പവർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അവരും നിങ്ങളെക്കാളും വളരെ സന്തോഷമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ വിഷമിച്ച് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിഷമം അവർക്കത് കണക്ട് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ അതാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ഹോപ്പ്, നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു സ്ട്രഗിൾ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, ഇത് നിങ്ങൾ ആ ഒരു സമയത്താണ് കേൾക്കുന്നതെങ്കിൽ, സ്റ്റിൽ നിങ്ങൾക്ക് ചില പ്ലേസിൽ ഹോപ്പ് ഉണ്ട്, സ്റ്റിൽ നല്ല കാര്യങ്ങൾ വരാൻ നിങ്ങൾക്ക് അവിടെ ഹോപ്പ് ഉണ്ട്. നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇന്നോട് കൂടിയിട്ട് എല്ലാം അവസാനിപ്പിച്ചു എന്ന് വിചാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ട്രസ്റ്റ് മീ ഗൈസ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൺഫർമേഷൻ ആണ്. കം ഓൺ, ചിയർ അപ്പ്. ഓക്കെ, നിങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ, എന്ത് സിറ്റുവേഷനും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇന്നോട് കൂടിയിട്ട് ചില കാര്യങ്ങൾ തീർക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ള ചില കാര്യം ഉണ്ടായിരിക്കണം, നിങ്ങൾ ഒരുപാട് ഓർത്ത് സങ്കടപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. സോ ലൈക്ക് ഒരു ലോസ്റ്റ് ഫീലിംഗ് ചില ആളുകൾക്ക്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് വലിയൊരു എക്സൈറ്റ്മെന്റ് ആണ്. ഓക്കെ, സന്തോഷമാണ്. സോ വളരെ നല്ല കാര്യം. ആൻഡ് ഞാനും നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ ജോയിൻ ചെയ്യുന്നു. നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ, അതല്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ, അവിടെ ഹോപ്പ് ഉണ്ട്, നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നേരെ ചില കാര്യങ്ങൾ കണ്ണ് തുറക്കുന്നുണ്ട്. ഓൾറൈറ്റ്, അല്ലെങ്കിൽ
എഗെയിൻ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടാവാൻ കാരണം ചില ആളുകളുടെ പെരുമാറ്റോ ചില ആളുകളുടെ മാറ്റോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് ചില കാര്യങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്യാൻ വേണ്ടി, ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി ചില സിറ്റുവേഷന്റെ ട്രൂ നേച്ചർ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ട് നിങ്ങൾ പോകുന്ന അവസ്ഥയിൽ. ഓക്കെ, what you need to hear right now, what you need to hear right now. Temptation, what you need to hear right now. All right, so നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ചില ആളുകളെ നിങ്ങൾ ചെയ്യുന്ന എന്തോ ഒരു ആക്ഷൻ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ടോ, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഹേർട്ട് ചെയ്യുന്നുണ്ടോ, ഫിസിക്കലി മെന്റലി നിങ്ങൾ ഹേർട്ട് ചെയ്യുന്നുണ്ടോ, ശ്രദ്ധിക്കാം. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു ഹാംഫുൾ ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമായിക്കോട്ടെ, നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു കരുതൽ അവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ചില പവർ നിങ്ങളെ ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് അവരും ബോധർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ, എന്തെങ്കിലും ഒരു കർമ്മയിൽ ഇൻവോൾവ് ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു പവർ അല്ല ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത്. സോ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ അവർക്കും ആ ഒരു സ്ട്രഗിൾ ഉണ്ടാവുന്നുണ്ട്, അവരും അത് ബോധർ ആവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ കണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ, നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഹാബിറ്റ്സ്, നിങ്ങളുടെ ചില അഡിക്ഷൻസ്, അത് ചില കാര്യത്തിനോടുള്ള അഡിക്ഷൻ ആയിരിക്കാം, ചില ആളുകളോടുള്ള അഡിക്ഷൻ ആയിരിക്കാം, ചില ഇമോഷണൽ സിറ്റുവേഷൻ ആയിരിക്കാം, ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. സോ അവിടെ എന്താണ് നിങ്ങൾ സ്പോയിൽ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? കമോൺ ഗൈസ്, നിങ്ങളുടെ പ്രോബ്ലം, നിങ്ങളുടെ ആ ഒരു റെഡ് ഫ്ലാഗ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ചില ആളുകൾ. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് അത്ര ഒരു മേ ബി ലൈക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയ വിഷമമായിട്ടായിരിക്കാം ഈ സമയത്ത് തോന്നുന്നുണ്ടായിരിക്കാം. ബട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു പവർ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പവർ അവിടെ അത് വലിയൊരു സന്തോഷമായിട്ടാണ്, സെലിബ്രേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ബിക്കോസ് ഈവൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അതൊരു വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ നിങ്ങൾക്കത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടോ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ചില ആളുകളിൽ ഉണ്ടായിട്ടുള്ളൊരു മാറ്റം നിങ്ങൾ വലിയ രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ബട്ട് വാട്ട് ഇഫ് അങ്ങനത്തെ ആളുകൾ നിങ്ങൾക്ക് ഒരുപാട് ടോക്സിസിറ്റി തരുന്ന സിറ്റുവേഷൻ ആണ്, നിങ്ങളത് കാണുന്നുണ്ടാവില്ല, നിങ്ങളത് മനസ്സിലാവുന്നുണ്ടാവില്ല. സോ ചില ആളുകളുടെ അതായത് ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ ചില കാര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഗൈസ്, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെൽത്തി ഹാബിറ്റ്സ് നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹ്യൂജ് സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾ ഒരു ട്രബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിന്നിട്ടുണ്ടായിരിക്കണം കുറച്ച് സമയമായിട്ട്. നിങ്ങൾ അങ്ങനത്തെ ട്രബിളിന് നിങ്ങൾ ഡിസ്റ്റൻസ്ഡ് ആയിട്ട് വരികയാണ്, അകന്ന് വരികയാണ്. ഈവൻ നിങ്ങൾക്ക് ചിലത് വിഷമത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പ്രയാസത്തിൽ നിന്നാണ് മാറി പോകുന്നത്. എന്നാൽ അത് സ്ലോലി നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളെ വളരെയേറെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് മുന്നോട്ട് വരുന്ന സമയത്ത്. ഓൾറൈറ്റ്, ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്ന സമയത്ത് അമ്മ അത്രയും വേദനയോട് കൂടിയിട്ടാണ് പ്രസവിക്കുക, അല്ലേ? സോ നിങ്ങളുടെ ഒരു അവസ്ഥ അങ്ങനെയാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്തോ വലിയ വിഷമത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ അവിടെ നിന്ന് ഉണ്ടാവുന്ന ഒരു ഔട്ട്കം എന്താണെന്നുള്ളത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കാം. ചില ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. ഓക്കെ, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഈ ഒരു സമയത്ത് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സിലാക്കുക, അവിടെ സ്റ്റിൽ ഹോപ്പ് ഉണ്ട്, സ്റ്റിൽ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കാനുണ്ട്. ആ ഒരു സ്റ്റോറി കഴിഞ്ഞിട്ടില്ല, ആ ഒരു ചാപ്റ്റർ ക്ലോസ് ആയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ക്ലോസ് ആയിട്ടില്ല. ഇനി ആയിരിക്കും ചില കാര്യങ്ങളിൽ ട്വിസ്റ്റ് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇന്നത്തോട് കൂടിയിട്ട് ചില കാര്യങ്ങൾ തീർന്നു എന്ന് വിചാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നോ, നിങ്ങൾ അർഹിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് അത് നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. ഓക്കെ, സോ ആൻഡ് അഗെയിൻ നിങ്ങൾക്കറിയാം ചില കാര്യങ്ങളെ ആൻഡ് അഗെയിൻ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കാം, മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള ആളുകളായിരിക്കാം. നിങ്ങൾ അത് ഓൾറെഡി കണക്റ്റഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്കത് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെ? കമോൺ ഗൈസ്,
നിങ്ങൾക്ക് അറിയാം ചില കാര്യങ്ങൾ എന്താണെന്നുള്ളത് അറിയാം, പക്ഷെ ചില ആളുകൾ ഇമോഷണലി അവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്. ചില ആളുകളിൽ ചില സിറ്റുവേഷൻ, ചില കണക്ഷൻ. ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ, ബിക്കോസ് നിങ്ങൾ ഇൻറ്റ്യൂഷൻ ഓൾറെഡി ആ ഒരു റെഡ് ഫ്ലാഗ് എന്താണെന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്, റൈറ്റ്? സോ ഫോക്കസ് ഓൺ യുവർ സാക്രൽ ഏരിയ, സാക്രൽ എനർജി. അതായത് നിങ്ങൾ ആരുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യുന്നു എന്നുള്ളത് വളരെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഉണ്ടാവുന്ന അഡിക്ഷൻ, എന്ത് അഡിക്ഷൻ? സെക്ഷൽ അഡിക്ഷൻ ആയിരിക്കാം ചില ആളുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ സമയം നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകൾ. ഓക്കെ, സോ മേ ബി ചില ആളുകൾ നിങ്ങൾ വളരെ കണക്റ്റഡ് ആയിട്ട് നിന്നിട്ടുള്ള ചില ആളുകൾ, വളരെ ചുരുക്കം ആളുകളുടെ ഒരു സിറ്റുവേഷനാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ വളരെ കണക്റ്റഡ് ആയിട്ട് നിന്നിട്ടുള്ള ചില ആളുകളായിരിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ വിള്ളൽ വന്നിട്ടുണ്ടായിരിക്കണം. അവർക്ക് നിങ്ങളിലേക്ക് വരാനോ നിങ്ങൾക്ക് അവരിലേക്ക് പോകാനോ സാധിക്കുന്നുണ്ടാവില്ല. ഓക്കെ, ബിക്കോസ് അത് ചില സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ സാക്രൽ എനർജി നിങ്ങൾക്ക് ഒരുപാട് ട്രബിൾ തരുന്നുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അത് ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ടായിരിക്കണം, ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കണം, സ്പെഷ്യലി നിങ്ങൾ ആരുമായിട്ടാണോ ഇമോഷണലി കണക്ട് ആവുന്നത് എന്നുള്ളത്. ഓക്കെ, സോ മേ ബി ചില ഡിസ്റ്റൻസ് ഉണ്ടാവുന്നത് നിങ്ങളുടെ ഇങ്ങനത്തെ ചില എനർജീസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ചില ഹാബിറ്റ്സ്, നിങ്ങളുടെ ചില റിലേഷൻഷിപ്പ് പാറ്റേൺ, നിങ്ങൾ ആരുമായിട്ടാണോ ഫിസിക്കലി കണക്ട് ആവുന്നത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. See who is watching you guys. Come on. Universe, the power, the guardian. Okay, see the power of the eyes. See the power of their eyes. Come on. നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് ഗൈസ്. സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരുടെ ഫ്രണ്ട്സ് ടേക്ക് കെയർ ആൻഡ് ബൈ.